പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നാം ചില ദിവസങ്ങളായി കാലേബ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിലും കാലേബിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേദപുസ്തകത്തിലെ വ്യത്യസ്തരായ കഥാപാത്രങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അവരെക്കുറിച്ചൊക്കെ നാം ഒരു ചെറിയ പഠനം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കാലേബിനെ കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് അതൊരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് കാലേബ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൽ അവൻ പൂർണ്ണമായി ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവൻ ആഗ്രഹിച്ച കാര്യം സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, മനുഷ്യനിൽ, രണ്ട്, പ്രഭുക്കന്മാരിൽ. എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് പദങ്ങൾ ഇങ്ങനെ കൊടുത്തത്? ഒരു മനുഷ്യൻ എന്ന പദം സാധാരണക്കാരെ ആയിട്ടുള്ള വ്യക്തികളെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. എന്നാൽ പ്രഭുക്കന്മാരെന്ന് പറയുന്നവർ അങ്ങനല്ല. അവർക്ക് ധനവും മാനവും സമ്പത്തും ഒക്കെ ഉള്ളവരാണ്. അങ്ങനെ ഉള്ളവരെ പോലും നമുക്ക് ആശ്രയിക്കാൻ കൊള്ളില്ല എന്നാണ് ഈ അർത്ഥം. മനുഷ്യരിൽ നാം പലപ്പോഴും ആശ്രയിക്കാറുണ്ട്, നാം പലരിലും പ്രതീക്ഷ വെക്കാറുണ്ട്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞ് മനുഷ്യന്റെ ആശ്രയമൊക്കെ ഇവിടെ വ്യർത്ഥമായി തീരുമ്പോൾ, പ്രിയരെ, കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനിടയായി. അങ്ങനെ പൂർണ്ണമായി ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവൻ്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് ആരാണ്? ആശ്രയം വെക്കുന്നത് സ്ഥിരമാനസനാണ്. സ്ഥിരമാനസൻ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കണം എന്ന ചിന്ത ഉള്ള ഒരു വ്യക്തി, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏതെല്ലാം വൈതരണികളെ തരണം ചെയ്യേണ്ടി വന്നാലും, ഐ വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, ദൂരാസമഭൂമിയിൽ നബൂഖദ്നേസർ ഒരു ബിംബം നാട്ടുകയാണ്. ശദ്രക്കും മേശക്കിനെയും അബേദ്നെഗോവിനെയും കയ്യും കാലും പിടിച്ചു കെട്ടി ദൂരാസമഭൂമിയിൽ നാട്ടിയിരിക്കുന്ന ബിംബത്തെ നാട്ടുവാൻ അവര് പ്രലോഭനം ചെലുത്തിയപ്പോൾ, ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ അവർ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. ആ ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ഈ ദൈവത്തിൽ മാത്രമാണ്.
സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോഴും they were trust in God. അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്? തീച്ചൂള 7 മടങ്ങായി വർദ്ധിപ്പിക്കുമ്പോഴും ആ വർധനവിൻ്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. അപ്പൊ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുന്ന ഒരു ദൈവ പൈതൽ, നമുക്ക് മുൻപാകെ തീച്ചുള്ള പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ 7 ഇരട്ടിയായി വർദ്ധിച്ചാലും, കഷ്ടതയുടെ തീച്ചുളകൾ 7 ഇരട്ടിയായി വർദ്ധിച്ചാലും, കടഭാരത്തിന്റെ തീച്ചുള 7 ഇരട്ടിയായി വർദ്ധിച്ചാലും, രോഗത്തിന്റെ തീച്ചുള 7 ഇരട്ടിയായി വർദ്ധിച്ചാലും, ഒരു കാര്യം ഉറപ്പാണ്, ആ വർധനവിന്റെ നടുവിലാണ് ആ തീച്ചൂള എത്രമാത്രം വർദ്ധിക്കുമോ അതിൻ്റെ നടുവിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. പ്രിയരെ, കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. അവൻ്റെ കാര്യം ദൈവം സാധിപ്പിച്ചുവെങ്കിൽ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന, ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എത്രമാത്രം തീച്ചൂളകളെ വർദ്ധിച്ചാലും ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ കാലേബിന് കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുത്ത ദൈവം നമ്മുടെയും കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ വിശ്വസ്തനാണ്. ആകയാൽ ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതം വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ.